പാലക്കാട് നഗരസഭയിൽ ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF പ്രവർത്തകർ പാലക്കാട് നഗരസഭാ ഓഫീസിൽ മധുര വിതരണം നടത്തിയിരുന്നു. അതായത് ലഡ്ഡു വിതരണം നടത്തിയിരുന്നു. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീളയടക്കം ഈ ലഡ്ഡു വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ UDFന്റെ പ്രവർത്തകർ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായ N ശിവരാജനും ഒരു ലഡ്ഡു നീട്ടുകയുണ്ടായി. എന്നാൽ ശിവരാജൻ ലഡ്ഡു വാങ്ങിക്കാൻ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു BJP പ്രവർത്തകൻ ശിവരാജനെ പിടിച്ചു വലിക്കുകയും ലഡ്ഡു വാങ്ങിക്കരുത് എന്ന് പറയുകയും പിന്നീട് ലഡ്ഡു കൊടുക്കാൻ വന്ന UDF നേതാക്കളോട് ലഡ്ഡു വേണ്ട, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ വീഡിയോ കണ്ടു നോക്കാം. ഈ N ശിവരാജൻ പാലക്കാട്ടെ BJPയുടെ പരാജയത്തിന് പിന്നാലെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. പ്രധാനമായും പാലക്കാട് നഗരസഭയിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടായിട്ടും നഗരസഭയിൽ BJPക്ക് വോട്ട് കുറഞ്ഞതിന് പിന്നാലെ BJP നേതൃത്വം പാലക്കാട്ടെ നഗരസഭയിലെ BJP കൗൺസിലർമാർക്കെതിരെ തിരിയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള N ശിവരാജൻ BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും K സുരേന്ദ്രനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമൊക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജന് വായിച്ച് മനസ്സിലാക്കാൻ കൂടി പറ്റില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. അതെ, അത് വെച്ചോ അയാൾ എന്ത് പറയും പറയാം. തോറ്റു കഴിഞ്ഞാൽ അങ്ങാടി തോറ്റാൽ അമ്മയോട് പറയുന്നത് നീ ശിവരാജേട്ടനോ പ്രമീള സുജനോ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോ ആര് വേണമെങ്കിൽ പറയാം, മുനിസിപ്പാലിറ്റിയോ. അയാളുടെ ബൂത്തിൽ എത്ര വോട്ട് കമ്മിയായിട്ട് ആദ്യം നോക്കട്ടെ. സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ പ്രവർത്തനം വോട്ട് കുറെ ഇടയാക്കിയോ? എനിക്കതറിയില്ല. അത് നിങ്ങൾക്ക് അറിയില്ല, ഞാനറിയില്ല. അത് കഴിഞ്ഞല്ലോ. സ്ഥാനാർത്ഥി വെച്ച് JP നട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വേറെ അഭിപ്രായം നിങ്ങൾക്കില്ല. ശിവരാജന്റെ പ്രസ്താവനകളെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്, അതിന് മുകളിൽ ആര് പോയാലും പരിശോധിക്കുന്നു. K സുരേന്ദ്രൻ ഇതിന് ഉത്തരവാദിയല്ല. K സുരേന്ദ്രൻ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. അല്ല, രഘുനാഥാണെങ്കിൽ ഇനി ഇതിന്റെ പിന്നില് പോകുമായിരുന്നു. സുരേന്ദ്രനെ എല്ലാവരും യോജിപ്പിച്ച് നല്ല എണ്ണയിട്ട ചക്രം പോലെ തിരിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമോ അദ്ദേഹം മാറേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം തന്നെ സ്ഥാനത്ത് തുടരണം. ശോഭ സുരേന്ദ്രൻ അവസാന ദിവസങ്ങളിലാണല്ലോ വന്നത്. നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞാൻ ഒരു വ്യക്തിയിലും ആരാധിക്കുന്ന ആളില്ല. ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ആശയത്തിനെ ആരാധിക്കും. ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന് 40,000 വോട്ടേ പാലക്കാടുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തെ വിജയത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പാലക്കാട് നഗരസഭയ്ക്കും ഈ മണ്ഡലത്തിൽ നല്ലത് ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആര് ശ്രമിച്ചിട്ടില്ല. തോറ്റ് ഞാനെന്ത് പറയും. BJPക്കാരും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വോട്ട് കമ്മിയായി നമ്മളെന്ത് ഉത്തരവാദിത്യം. സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമേ ഇല്ല. സുരേന്ദ്രൻ എന്ത് പഠിച്ചു? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി, ഏരിയ കമ്മിറ്റികളാണ് വോട്ടുണ്ടാക്കുന്നത്. സുരേന്ദ്രൻ എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കാൻ പറ്റില്ല. സുരേന്ദ്രൻ ഉത്തരവാദിയല്ല. സുരേന്ദ്രൻ പണം നയിച്ച കാരണമാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. നിങ്ങൾ വെറുതെ ചോദിക്കുന്നത് കഴിഞ്ഞില്ല. ആ പണി കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ ചെയ്യാൻ പറ്റും. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇനി വീണ്ടും ഇലക്ഷൻ വരാൻ പോകാൻ ഈ സ്ഥാനാർത്ഥി മാറി വേറൊരു മുഖം വന്നാൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഞങ്ങള് 984 2 സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ഇന്ത്യൻ പാർലമെന്റ്.
ഒന്ന് ഗുജറാത്തിലെ മൊഹസിൻ AK പട്ടേലും തെലങ്കാനയിലെ ഗനംകൊണ്ടയിൽ നിന്ന് ജംഗലട്ടിയും. വാജ്പേയി 5 ലക്ഷം വോട്ടിനാണ് ഗോളിയർ തോറ്റത്. ഇന്ന് ഞങ്ങൾ എവിടെ നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. മഹാരാഷ്ട്രത്തിൽ കോൺഗ്രസിന് നാമാവിശേഷമാക്കി ഇതിലേക്ക് ഞങ്ങൾ അതിൽ നിന്ന് വളർന്നവരാ. അതുകൊണ്ട് ഇതൊക്കെ പാലക്കാട് നഗരത്തിൽ കാവി മണ്ണിലേക്ക് ഒരു കോട്ടവും തെറ്റി